കോഴിക്കോട് കല്ലായിൽ കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളകണ്ടി ബൈജു സ്ഥാനാർത്ഥിയാകും. പി വി കുട്ടൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കുട്ടൻ, ഇപ്പോൾ ഇതാ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചതേ ഉള്ളൂ, നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിച്ചതേ ഉള്ളൂ ആരാണ് വി എം ബിനുവിന് പകരം അവിടെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ ആ ഒരു പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. പുതിയ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളും വിശദാംശങ്ങളും. സിന്ദൂരി, പ്രഖ്യാപനം വന്നിട്ടില്ല. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ് കൈരളി ന്യൂസാണ് ഈ പേര് ആദ്യം പുറത്തുവിടുന്നത്. അവിടെ കല്ലായിൽ കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥി കാളകണ്ടി ബൈജു ആണ് സ്ഥാനാർത്ഥിയാവുന്നത്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസിൻ്റെ നേതാവാണ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് ബൈജു. പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും, ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് ഇപ്പോൾ നഗരത്തിലില്ല, അദ്ദേഹം എത്തിയതിനു ശേഷം പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വി എം ബിനുവിന് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോടതി വിധി വി എം ബിനുവിന് എതിരാവുന്നു. വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലാത്തത് വലിയ വിവാദമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഗത്യന്തരമില്ലാതെ വി എം ബിനുവിനെ സ്ഥാനാർത്ഥി നിന്നും പിൻവലിക്കേണ്ടി വന്നത്. അത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് എത്തേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്നലെ തന്നെ തിരക്കിട്ട ചർച്ചകളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റി യോഗം, DCCയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിനകത്ത് പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും വന്നു. PM നിയാസിനെ ഉൾപ്പെടെ കല്ലായിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ അങ്ങനെ ഒരു ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആലോചനകളൊന്നും ഇപ്പോൾ വേണ്ട എന്നും പകരം അവിടുത്തെ പ്രാദേശിക നേതാവായ കാളകണ്ടി ബൈജുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവും മണ്ഡലം പ്രസിഡന്റുമാണ് കാളകണ്ടി ബൈജു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവും. പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിന്ദൂരി, അതായത് കുട്ടൻ, ഈ ഒരു വി എം ബിനുവിനെ വളരെയധികം ആവേശത്തോടെ കൊണ്ടുവന്ന് നിർത്തിയ ഒരു സ്ഥാനം, അല്ലെങ്കിൽ വിജയം ഉറപ്പെന്ന് പറഞ്ഞ് അവർ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ഷോകളൊക്കെ നടത്തിയിടത്താണ് ഇപ്പോൾ ആ ഒരു വി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതോടുകൂടി ഇത്തരത്തിൽ ഇപ്പോൾ പുതിയ ഒരാളെ അവിടേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുവാൻ പോകുന്നത്. നമ്മളിലൂടെയാണ് ആ വാർത്ത ആദ്യം വരുന്നതെന്ന് കുട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ഒരു വിജയം എത്രത്തോളമാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അനുമാനിക്കുന്നത്? സിന്ദൂരി, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വി എം ബിനുവിനെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറക്കിയിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി സർപ്രൈസ് കാൻഡിഡേറ്റ് വരും എന്നൊക്കെ പ്രഖ്യാപിച്ചാണ് വി എം ബിനുവിനെ സിനിമാ സംവിധായകനായ കോഴിക്കോട് നിവാസിയായ സാംസ്കാരിക പ്രവർത്തകനായ വി എം ബിനുവിനെ രംഗത്തിറക്കിയത്. ആദ്യഘട്ടത്തിൽ റോഡ് ഷോ ഉൾപ്പെടെ നടത്തിയിരുന്നു. MK രാഘവൻ MPയും പ്രവീൺ കുമാറും ജയന്തും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ അണിനിരന്നുകൊണ്ടുള്ള വലിയ റോഡ് ഷോ ഉൾപ്പെടെ വി എം ബിനുവിന് വേണ്ടി അവിടെ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വി എം ബിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നത്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയെ, സാധാരണ പ്രവർത്തകരിലൊക്കെ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു മുൻ ഒരുക്കങ്ങളുമില്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അതും മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരു പരിചയമില്ലാത്തൊരു സാംസ്കാരിക പ്രവർത്തനത്തെ കൊണ്ടുവന്ന് ഇവിടെ അപമാനിതനാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെയായിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം ഉൾപ്പെടെ DCC നിന്നും ഇന്നലെ വിശദീകരണം തേടിയിരുന്നു. കാരണം എങ്ങനെയാണ് ഇത്തരമൊരു തിരിച്ചടി നേരിട്ടത്? കാരണം സംസ്ഥാനത്താകെ അതൊരു വലിയൊരു നാണക്കേടായി. കാരണം മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വി എം ബിനുവിനെ അങ്ങനെ ഉയർത്തിക്കാട്ടുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. വോട്ടർ പട്ടികയിൽ പോലും പേരില്ല എന്നുള്ളൊരു നാണക്കേട് ഉണ്ടാവുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വരുമ്പോഴും അവിടുത്തെ പ്രവർത്തകരാകെ പൊതുവിൽ നിരാശരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.